ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ ഷോപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ട്രാവൽ ബാഗാണ്. ഞാൻ ഇതിന് മുന്നേ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒരു ബ്ലാക്ക് കളർ, ഈ കളർ തന്നെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാഗിൻ്റെ അടുത്തും ഈ സെയിം ബാഗ് തന്നെയാണ്. പക്ഷെ എനിക്കൊരു അവന് വാങ്ങിയ ടൈമിനേക്കാളും 200 കുറവായിരുന്നു ഇപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ. ക്ലിപ്പ് മഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ ബാഗ് മൊത്തത്തിൽ ചെക്ക് ചെയ്തു. ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത് കുറച്ചും കൂടെ ഒന്നും കൂടെ ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഓപ്പൺ ചെയ്താൽ ഇതിനും കൂടെ ഒരു ഇത് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്യാം. എന്താ അടുത്തത്? ഇനിയാണ് മെയിൻ. ഒരുപാട് പൈസ പൊട്ടിയ സാധനങ്ങളാണ്. ഒന്നുമില്ല, അവിടെ എനിക്ക് യൂസ് ചെയ്യാനുള്ള ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഡെയിലി വെയർസും പിന്നെ ഇന്നർവെയർസ്, ടവല് അവര് കുറെ തന്നുട്ടാ. ഹോസ്റ്റലിലൊക്കെ നിൽക്കല്ലേ, ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. ഇത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെന്റെ നൈറ്റ് വെയർ ആണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതിന് എത്ര രൂപയായി? ഒന്നിന് 200. അപ്പൊ ഞാന് 2 ടീഷർട്ട് പുതിയത് റൂമിൽ ഇടാനുള്ളത് വാങ്ങി. ഇത് വാക്ക് വാങ്ങിയതാണ്. പിന്നെ അതിനൊരു പാൻറ്റും വാങ്ങി. പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് പെരുന്നാളിനൊക്കെ എടുത്ത ഡെയിലി വെയർസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ കഷ്ടിച്ച് സാധനങ്ങളുമായിട്ട് എൻ്റെ ഒരു വലിയ ബില്ലായിരിക്കും കിട്ടിയത്. അപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ഇതാണ് വാങ്ങിയത്. പിന്നെ വാങ്ങിയത് ഒരു ബെഡ്ഷീറ്റും. ഒരു ബെഡ്ഷീറ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പില്ലോ കവറില്ലേ? വേറൊരു ബെഡ്ഷീറ്റും പില്ലോ കവറും വാങ്ങി. പിന്നെ ഒരു ടർക്കി വാങ്ങി. വാങ്ങിയിട്ടുള്ള ഡെയിലി വെയർസ് ആണ്, ഓഫീസ് വെയർസ് ആണ്. പിന്നെ ഡെയിലി വെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഞാൻ ഒരു ഗ്രേ കളർ ബാഗി ജീൻസ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതാവുമ്പോൾ എൻ്റെ അടുത്ത് ഗ്രേ കളർ ഇല്ല. ബ്ലൂവിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ബ്ലൂവിൽ 2-3 ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഗ്രേ ഞാൻ കുറെ ആയി വാങ്ങണം എന്ന് കരുതുന്നു. അപ്പൊ ഇന്നൊരു ഗ്രേ പാന്റ് വാങ്ങി. അതിലേക്ക് ഞാൻ എടുത്ത ടോപ്പുകളെല്ലാം ഈ ഗ്രേയിലേക്ക് മാച്ച് ചെയ്ത് പോകുന്ന ടോപ്പുകളായി. അപ്പൊ പാന്റ് ഇതാണ് ഗ്രേ പാന്റ്. പിന്നെ ഞാനൊരു വൈറ്റ് ആൻഡ് യെല്ലോ കളർ ടോപ്പ് വാങ്ങി. ഇതൊക്കെ 550 ആയിട്ടുള്ളൂ. ഞാൻ അധികം റേറ്റിന്റെ ഒന്നും വാങ്ങാൻ പോയില്ല. ഡെയിലി യൂസിനുള്ളതാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ റേറ്റിന് ഇത് നല്ല ക്വാളിറ്റി സാധനമാണ്. ഇത് ഓഫീസിൽ പോകുമ്പോഴാണല്ലേ? അതെ, ഓഫീസിൽ പോകുമ്പോഴാണുള്ളതാണ്. പക്ഷെ ഞാനൊന്നും ഓൺലൈനിൽ നിന്ന് വാങ്ങിയില്ല. എനിക്ക് ടൈമേ ഉണ്ടായിരുന്നില്ല. ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് പോയി ഷോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ ഞാൻ കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ ടൈം ഉണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും ഓൺലൈനിൽ പ്രിഫർ ചെയ്യാറില്ല. അത് നമുക്ക് എങ്ങനെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അത് വന്ന ശേഷം പിന്നെ വീണ്ടും റിട്ടേൺ അയച്ച് അതിന് നമുക്ക് ടൈമും നമ്മളും വേണം അവിടെ. അപ്പോൾ നമ്മൾ വീട്ടിലില്ലാത്ത ടൈം ആണെന്നുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓൺലൈനൊന്നും ഷോപ്പ് ചെയ്തില്ല. അപ്പോൾ ഒരു ടോപ്പ് ഇത്, കൂടാതെ ഇങ്ങനെ പിന്നെ വേറൊരു ടോപ്പാണിത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയ ഒരു ടോപ്പാണ്. നമ്മൾ ഇതിനെന്തോ ഈ ഡിസൈൻ എന്തോ പറയും, ശരിക്കും അറിയില്ല. ഈ ഡിസൈൻ വരുമ്പോൾ അലൈൻ കട്ടാണോ പറയുന്നത്? ആലിയ കട്ടല്ല, പക്ഷെ ഈ ഡിസൈൻ എന്തോ പറയുമല്ലോ, അതാ അറിയില്ല. ഇതിങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ്. ഇതും പാൻറ്റിലേക്ക് യൂസ് ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ ഒന്ന്. രണ്ടാമത്തെ ടോപ്പ് ഇതിന് 600. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഇത് ഡെയിലി ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഓക്കെയാണ്. ചൂടിനായാലും തണുപ്പിനായാലും ഡെയിലി യൂസിന് നമുക്ക് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ. ഓഫീസിലും പിന്നെ ക്ലാസ്സിനൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ടോപ്പ്
ഇതെങ്ങനെയുണ്ട്? എനിക്കിതിന്റെ കയ്യിലെ മുകളിലത്തെ വർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, അങ്ങനെ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. ഇതൊക്കെ ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത്. എനിക്കങ്ങനെ ഡ്രസ്സ് കിട്ടുമ്പോൾ ഒരു ഷോപ്പിൽ തന്നെ, ചില സമയത്ത് ഒരുപാട് ഷോപ്പിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ഷോപ്പിൽ തന്നെ ഒരുപാട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഡ്രസ്സ് കിട്ടാറ്. ഇന്നും അങ്ങനെയാണ്. അപ്പോൾ ഈ ടോപ്പും എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ടോപ്പിന് എത്രയായിരുന്നു വെച്ചാൽ ടാഗ് ഇല്ല അതിന്? എനിക്ക് തോന്നുന്നു ഇതിനൊരു 500 സംതിങ് തന്നെയായിരുന്നു. ഇതിന് ഷേപ്പ് ചെയ്യേണ്ടി ഒന്നും വരില്ല അല്ലെ? ഞാൻ പൊതുവെ എനിക്ക് ഇതേപോലെ ഡെയിലി യൂസിനും ഇങ്ങനെ ഓഫീസ് യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരാറില്ല. പിന്നെ നമ്മളിങ്ങനെ ഈ എത്നിക് വെയർ, പാർട്ടി വെയർ അങ്ങനെയൊക്കെ നമ്മൾ സൽവാർ അല്ലെങ്കിൽ അങ്ങനെ ട്രഡീഷണൽ വെയർ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അപ്പോഴാണ് ഷേപ്പ് ചെയ്യേണ്ടൊക്കെ വരാറ്. പിന്നെ നാലാമത്തെ ഉണ്ടല്ലേ 1 2 3 4 നാലാമത്തെ ടോപ്പ്. ഈ ടോപ്പിന്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് എടുക്കാറ്. ഇതില് ഇങ്ങനെ കൈപ്പത്തിയിലിട്ടിട്ട് കാണിച്ച ഈ ഡിസൈന് ഇതിലിങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രത്യേക ഡിസൈൻ വരുന്ന ഒരു ടോപ്പാണ്. ഇത് എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ്. ഇതില് എത്ര ടോപ്പ്? നാലാമത്തെ. അപ്പോൾ ഒന്നും വാങ്ങിക്കേണ്ടെന്ന് കരുതിയുള്ള ഡ്രസ്സ് മാത്രം കൊണ്ടുപോവാ, നൈറ്റ് വെയർസ് മാത്രം വാങ്ങിക്കാമെന്ന് കരുതി പോയ ഞാനാണിപ്പോൾ. ഇത് നാലാമത്തെ ഡ്രസ്സ്. പിന്നെ ഒരു ഷർട്ടാണ്. ഇത് സ്കേർട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിലൊരു വലിയൊരു ഫ്ലവറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഡ്രസ്സുകളാണ് ഞാൻ ഡെയിലി ഓഫീസ് വെയറിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ? ഇനി ഇതൊക്കെ ഞാൻ ഓരോ ദിവസം എൻ്റെ ഔട്ട്ഫിറ്റ്സ് വീഡിയോ ആയിട്ട് ഇടാൻ. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. പട്ടിക്ക് ഞാൻ പോകുമ്പോൾ ഗോൾഡൊക്കെ ഊരി വെച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ടാണ് ഹോസ്റ്റലിലൊക്കെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം ഫാൻസി സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡിന് പകരമുള്ള ഫാൻസി ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി. അതിൽ റിങ് 2 റിങ് വാങ്ങി. കാണണ്ട? 2 റിങ്ങാണ് വാങ്ങിയത്. ഒന്ന് സിൽവറും ഒന്ന് ഗോൾഡ് ഷെയ്ഡ്. ഗോൾഡല്ല, ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ്. പിന്നെ ഒരു ഫേഷ്യൽ റൈസേഴ്സ് വാങ്ങി, ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി. സൂം ചെയ്തിട്ട് കാണിച്ചിട്ടാ. ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നല്ല എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ കളേഴ്സിൽക്കും മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്, ബ്രേസ്ലെറ്റ്. പിന്നെ ഒരു പെയർ ഹെയർ ക്ലിപ്പ് വാങ്ങി. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത്. എല്ലാ ഡ്രസ്സിലും എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ വേറെ എല്ലാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 ബണ്ണാണ്. ഇങ്ങനെ ഇതിങ്ങനെ ഒരു പെയർ വാങ്ങി. പിന്നെ ഒന്ന് നമുക്ക് എപ്പോഴും റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക്. ഇത്രേ വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ ഇതിലിപ്പോൾ വാങ്ങിയത് കൂടുതൽ ഇത്തിരി എക്സ്പെൻസീവ് ആയതെന്ന് വെച്ചാൽ ഇത് ഫാൻസിയും അല്ല ഗോൾഡും അല്ല, ഒരു റോസ് ഗോൾഡ് ചെയിനാണ് വാങ്ങിയിട്ട്. ഇത് ഞാൻ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഒറിജിനൽ റോസ് ഗോൾഡാണ്. ഗോൾഡിന് പകരം അത്രയും റേറ്റ് ഇല്ല, പക്ഷെ ഫാൻസി ആക്കണ്ടെന്ന രീതിയിൽ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാലകൾ വാങ്ങി ഇതാക്കണ്ടല്ലോ. ഇതാകുമ്പോൾ കളറൊന്നുമില്ല. ഒറിജിനൽ റോസ് ഗോൾഡ് ആയതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നിന്നാ മതി അവിടെ എന്റെയും പേടി. ഇതുവരെ വീട്ടിൽ ഞാൻ വീണ്ടും വീട്ടിൽ നിന്നിട്ടില്ല. 1 day 2 day അങ്ങനെയല്ല, പക്ഷെ ഇങ്ങനെ ഹോസ്റ്റലിലും വേറെ മാറി നിൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇനി എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ മാക്സിമം അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കും. കാരണം ഈ കാര്യം ഇതൊക്കെ ആലോചിച്ചിട്ടെങ്കിലും അവിടെ നിൽക്കാനോ. ഇത്രയും കാശ് ചെലവാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫാൻസിയിൽ ഞാൻ ഫൈനലി. ഇതൊക്കെ ഞാൻ ഡെയിലി കാണിക്കാൻ ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാം. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഷോപ്പ് ചെയ്തത്. വേറെ എന്തെങ്കിലും വാങ്ങിയെന്ന് വെച്ചാൽ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രയും സാധനം ഇതന്നെ പോരെ ഒരു അതെ വലിയ ഒരു വലിയ നീണ്ട ലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ബാക്കി ഇനി ഇതൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ കിടന്നു പാക്ക് ചെയ്യാൻ തന്നെ കുറേ ഇതുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ ടയേർഡുമാണ്. എനിക്കിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണതിൻ്റെ തലേ ദിവസം എക്സാം, പിന്നെ ഇതേപോലെ എന്തിനെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഉറക്കവും. അതൊരു ട്രൂ ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്തേ. നാളത്തെ വ്ലോഗ് നിങ്ങൾ എന്തായാലും മിസ് ആവാതെ കാണണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനി കൊച്ചിയിലത്തെ വ്ലോഗ്സ് ഒക്കെ കാണണം. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് വേണം. ആരെങ്കിലൊക്കെ കാണാനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമന്റും ഒക്കെ. അവർക്ക് കമന്റ് ഇടാൻ അറിയില്ലേ? കമന്റ് ഒന്നും ആരും ഇടില്ല. കുറെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, കമന്റ് ലൈക്കൊന്നും ആരും ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ എനിക്കിതൊക്കെ ചെയ്യാനും വീഡിയോസ് ഒക്കെ ഇടാനൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പറ എന്തൊക്കെയാണ് എൻ്റെ അടുത്തുള്ള സജഷൻ. നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാറില്ലേ? നെഗറ്റീവ്സ് ഒന്നും പറയാറില്ലേ? ഓരോരുത്തർക്ക് നെഗറ്റീവ്സ് ഒക്കെ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തോ. പിന്നെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പാക്ക് ചെയ്യാൻ പോകണം. അതിനുശേഷം നാളത്തെ വ്ലോഗ് എന്തായാലും കാണാം.